ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഡോക്ടറുകൾ വന്ന് ബാലചന്ദ്രനോട് അലീന ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തുവെന്നും യാതൊരു കുഴപ്പങ്ങളും പേടിക്കാനുമായിട്ടുള്ളതൊന്നുമില്ല, ഇനിയിപ്പോൾ ബാക്കിയൊക്കെ ഒന്ന് നോർമലായാൽ മതി എന്ന കാര്യവും പറയുക. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രൻ്റെ പകുതി ജീവൻ നേരെ വന്നു. ബാലചന്ദ്രൻ അന്നേരം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒന്ന് ആശ്വസിച്ച് നിൽക്കുന്ന ഒരു ഫീലിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. എങ്കിലും അലീനയ്ക്ക് ഇതെന്ത് സംഭവിച്ചു എന്നുള്ളൊരു ടെൻഷൻ ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ പോലീസുകാർ വന്ന് മൊഴിയെടുക്കും, മറ്റു കാര്യങ്ങളൊക്കെ അങ്ങൾ പറഞ്ഞു. ഇനി പോലീസുകാരോട് അലീന എന്താ പറയാൻ പോകുന്നതെന്നുള്ളൊരു ടെൻഷനും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഈ ഒരു സമയത്ത് അവിടെ നമ്മുടെ വൈജയന്തി വീട്ടിലിങ്ങനെ നിൽക്കുക. പക്ഷേ ആ വീണ ബ്ലഡോ കാര്യങ്ങളോ ഒന്നും തൊട്ടുപോലും നോക്കുകയോ അതൊന്ന് ക്ലീൻ ചെയ്യുക ഒന്നും ഈ വൈജയന്തി ചെയ്യാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. എല്ലാത്തിനും ഒരു മടുപ്പും വെറുപ്പും അറപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്താണ് കൃഷ്ണ സ്കൂൾ വിട്ട് വരുന്ന കൃഷ്ണയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഇങ്ങനെ കൊച്ചു കയറി വന്നു. ഈ കാഴ്ച കണ്ടു. എന്താ കാര്യം, എന്താ അമ്മ ഇവിടെ സംഭവിച്ചേ തുടങ്ങിയ കാര്യമൊക്കെ ചോദിക്കുക. അപ്പോൾ അലീന ഇങ്ങനെ വീട്ടിലിരുന്ന സമയത്ത് അലീനയെ ആരോ വീട്ടിൽ വന്ന് കുത്തിയെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഈ വൈജയന്തി പറയുക. അലീന ചേച്ചി കുത്തിയെന്നോ, അമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കൊച്ചു ചോദിക്കുമ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അവൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലിലാണ് എന്നും പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ പുച്ഛഭാവത്തോടു കൂടി കൊച്ചിനോട് സംസാരിക്കാം. എന്നാലും അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? അലീന ചേച്ചിയോട് ആരായിരിക്കും അങ്ങനെ ചെയ്തത്? അവളുടെ ഏതെങ്കിലും കള്ളക്കാമുകനായിരിക്കും, അല്ലാണ്ട് പിന്നെ ആരെങ്ങനെയൊക്കെ ചെയ്യാനാ, അതും അവളോട്. അവൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പാകത്തിന് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുവാണ് ഈ വൈജയന്തി മകളോട്. അമ്മയ്ക്ക് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആ ചേച്ചി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അങ്ങ് പറഞ്ഞു. കൃഷ്ണ നല്ലത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അന്നേരം വൈജയന്തിക്ക് അതങ്ങ് പിടിച്ചില്ല. വൈജയന്തി അന്നേരം ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമവും സങ്കടവും എന്തൊക്കെ ഭയങ്കര ദുഃഖത്തോടു കൂടി ഇങ്ങനെ അതവിടെ കിടക്കും. അലീനയ്ക്കൊന്നും വരരുതെന്നുള്ള 100 പ്രാർത്ഥനയുമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ, അതായത് ഈ ഹരിയും രോഹിത്തും കൂടി വീട്ടിലും പോകാൻ പറ്റത്തില്ല, നാട്ടിലും പോകാൻ പറ്റത്തില്ല. ഇവന്മാരിങ്ങനെ ഒളിച്ച് നടക്കുക. അങ്ങനെ ഹരിയോടാണെങ്കിൽ എന്താടാ ഇനി എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ച് രോഹിത്ത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഓടിപ്പിടിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റില്ല, അവൾക്ക് ബോധം തെളിഞ്ഞെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇനിയിപ്പോൾ പോലീസിലൊക്കെ ഇത് ഇൻഫോം ചെയ്യും, അത് ഉറപ്പാണ്, അവർ വന്ന് ചോദ്യം ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം നന്നായിടാ, ഒരു കണക്കിന് അവൾ മരിക്കാത്തത് നന്നായി, കൊലക്കുറ്റം നമ്മുടെ തലയിലേക്ക് വരില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഈ ഹരി ഇങ്ങനെ രോഹിത്തിനോട് പറയുമ്പം, എന്നാലും എടാ അവൾ മരണത്തോടും സാമ്യമായി തന്നെ അവസ്ഥയിൽ വന്നില്ലേ, ഓപ്പറേഷനൊക്കെ ചെയ്തെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ഇത് അതിൽ തന്നെ പെടും, കൊലപാതക ശ്രമം. അവളെങ്ങാനും നമ്മുടെ പേര് വിളിച്ചു പറഞ്ഞാൽ പിന്നെ തീർന്നു, പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഭയങ്കര ഇതായിട്ട് പണ്ടാരടങ്ങി നിൽക്കുക രോഹിത്ത്. അപ്പം നീയൊന്ന് സമാധാനമായിട്ടിരിക്കടാ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. ആദ്യം ഹോസ്പിറ്റലിലെ ബാക്കി കാര്യങ്ങളും ഇതെല്ലാം അറിയട്ടെ, അതിന് ശേഷം മതി ഇനിയിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകണോ അതും ഇനി വേറെ എവിടേക്കെങ്കിലും പോകണോ എന്നൊക്കെ അറിയാനായിട്ട്. എന്തായാലും ഇത് ഇച്ചിരി പ്രശ്നമാകുമോ എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണെന്നും പറഞ്ഞ് ഹരിയും രോഹിത്തും കൂടി ഇങ്ങനെ പറഞ്ഞു. രോഹിത്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് കൂടെ നിർത്തുകയാണ് ഹരി ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു തീരാൻ പറ്റാത്ത പേടിയാണ് രോഹിത്തിന് ഇപ്പോൾ ആരുടെ മുമ്പിൽ വെട്ടപ്പെടാനും പറ്റത്തില്ല, മുഖത്താ മാന്തി കീറിയ പാടക്കി കിടക്കല്ലേ. അപ്പോൾ ഇതെന്ത് പറ്റിയതാടാ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ചാടിക്കയറി പറയാനൊരു മറുപടി ഇവന്മാർക്കില്ല. അപ്പം മൊത്തത്തിൽ പേടി, മൊത്തത്തിൽ ടെൻഷൻ. അങ്ങനെ ഇവന്മാർ പേടിച്ച് വിറച്ചൊരു ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഒളിച്ചും പാത്തും ഇങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ വൈജയന്തി വീട്ടിൽ അലീനയുടെ കാര്യങ്ങളിങ്ങനെ നോക്കാൻ വേണ്ടി ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുന്നത് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനെ എന്നിട്ട് വിളിച്ചു. ബാലചന്ദ്രൻ ഫോൺ എടുത്തു. അപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാലചന്ദ്രൻ എന്തിനാ അവിടെ നിൽക്കുന്നേ, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇങ്ങോട്ട് വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരാൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയായിരുന്നു. പൂച്ചയോ പട്ടിയൊന്നും അല്ല ഇവിടെ കിടക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ളൊരു കുട്ടിയാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടിയോ? നിനക്കതങ്ങനെ ആയിരിക്കില്ല, നിനക്ക് സമയാസമയം വെച്ചു വിളമ്പി തരും, നിൻ്റെ അമ്മയെ നോക്കുകയും ആ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യുന്ന കൊച്ചല്ലേടി അവളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ബാലചന്ദ്രൻ അന്നേരം വൈജയന്തിയോട് ചോദിച്ചു. അവൾ വെറും വേലക്കാരിയാ, അല്ലാതെ അവളെ വീട്ടിലെ കുട്ടിയായിട്ടൊന്നും കാണാൻ ബാലചന്ദ്രൻ നിൽക്കേണ്ടെന്നും പറഞ്ഞു വൈജയന്തി അങ്ങനെ പറഞ്ഞു. എനിക്കേ നിൻ്റെ അത്രയും പുഴുത്ത മനസ്സല്ലെന്നും പറഞ്ഞ് ആ മനുഷ്യന് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അതൊന്നും കേട്ട് വൈജയന്തിക്ക് അങ്ങ് ദഹിച്ചില്ല. വൈജയന്തി അവിടെ കലികേറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ നേരം സന്ധ്യയായി. അത് കഴിഞ്ഞപ്പോൾ മകൻ
വിവരം അറിയാൻ വേണ്ടി അമ്മയെ വിളിക്കുക. അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മകൻ്റെ കോള് കണ്ടു, ഫോൺ എടുത്തു. നീ ഇത് എവിടെയാണ് രോഹിത്തെ, നീ എന്താണ് വീട്ടിലോട്ട് വരാത്തെ? നേരെ എത്രയായി? ഇവിടെ നടന്നതല്ല നീ അറിഞ്ഞോന്ന് ചോദിച്ചു. അപ്പോൾ എന്താ അമ്മേ? എന്നോട് ഞാൻ അറിഞ്ഞായിരുന്നു, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നാണ് പറഞ്ഞേ. ബോധം തെളിഞ്ഞോന്നാ ബാലചന്ദ്രൻ വിളിച്ചപ്പോൾ പറഞ്ഞേ. പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പോലീസുകാർ വരുമോ മൊഴിയെടുക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. എങ്ങനെയാണെന്നൊന്നും കൃത്യം എനിക്ക് വിവരം അറിയില്ല എന്ന് പറഞ്ഞു. അല്ല നീ ഇതെവിടെയാ? ഞാൻ ഒരിടം വരെ വന്നതാ അമ്മേ, ഒരു കമ്പൈൻ സ്റ്റഡി. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. 2 ദിവസത്തെ കമ്പൈൻ സ്റ്റഡിയോ? നീ എന്തൊക്കെയാ പറയുന്നത്? അത് പിന്നെ അമ്മ ഒരു സ്റ്റഡി ടൂർ പോലെ അമ്മേ. ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വന്നേക്കാം അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മകൻ ഈ പറഞ്ഞതൊക്കെ കേട്ടോ വൈജയന്തി അന്താളിപ്പോട് കൂടി ഇങ്ങനെ ഇരിക്കുക. 2 ദിവസത്തെ ടൂറോ? ഇവൻ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ വൈജയന്തി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വൈജയന്തിക്ക് മക്കൾ വന്നാലും പോയാലും ഇരുന്നാലും കിടന്നാലും ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. വൈജയന്തി എന്നിട്ട് പിന്നെ ഇങ്ങനെ ഐലീനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക, കലിപ്പ്. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ വീട്ടിലോട്ട് വന്നു. ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്നപ്പോൾ വൈജയന്തി ഇങ്ങനെ കാത്തു നിൽക്കുക. ഇപ്പോൾ ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സങ്കടത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഒരു മനസ്സുകൊണ്ടൊരു വിഷമവും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാലചന്ദ്രനുണ്ട്. വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ബാലചന്ദ്രൻ ഇത്രയും വൈകിയെന്ന് ചോദിച്ചപ്പോൾ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞു? ബാലചന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. ബാലചന്ദ്രൻ അതെല്ലാം മനസ്സിലിങ്ങനെ ഇട്ടുകൊണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ പ്രത്യേകിച്ച് മറുപടികളോ കാര്യങ്ങളോ ഒന്നും വൈജയന്തിക്ക് കൊടുത്തില്ല. ഒന്നും മിണ്ടാതെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറിപ്പോയപ്പോൾ വൈജയന്തിക്ക് അതും വല്ലാത്തൊരു ടെൻഷൻ. ബാലചന്ദ്രനൊന്നും മിണ്ടാതെ പോയെന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞു. അമ്മ ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നടന്ന കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പോഴും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മ. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ബാലൻ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കും. അപ്പോൾ മനുവും വന്നു. അപ്പോൾ മനുവാണ് ഇത്രയും നേരം നമ്മുടെ അലീനയ്ക്ക് കാവലായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. ഒരു ഇടം വലം തിരിയാതെ അലീനയ്ക്ക് കാവലായി നമ്മുടെ മനു ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നു. പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞതേ കുട്ടി ഇവരുടെ വീട്ടിലാണ് ജോലിക്ക് നിൽക്കുന്നതെന്ന്. ഓ, നിങ്ങളുടെ വീട്ടിലാണല്ലേ? അപ്പോൾ ബാലചന്ദ്രനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുവാണ് ഈ പോലീസുകാർ. ആ കുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി? ആ കുട്ടിക്ക് ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിന് ശത്രുക്കളുള്ളതായിട്ടൊക്കെ അറിയാമോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ, അവൾ വന്നിട്ട് ഇത്ര ദിവസം ആയുള്ളൂ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനോട് പറഞ്ഞു. നിങ്ങളെങ്ങും പോകരുത്, ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ ആദ്യം ആ കുട്ടിയുടെ മൊഴി എടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും കഴിഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ ആയി. ആകെ വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുക രണ്ടുപേരും കൂടി. ഇനി എന്താകുമെന്ന് അറിയാത്തത് കൊണ്ട്, മനു ആണെങ്കിലും ബാലചന്ദ്രനാണെങ്കിലും. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് അരികിലേക്ക് പോലീസുകാർ ചെന്നു. അലീന പോലീസുകാരെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ പതുക്കെ ചെരിഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നവരുത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, എന്താണ് കുട്ടി സംഭവിച്ചത്, എന്താണ് അവിടെ നടന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന പറഞ്ഞത് അലീനയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അലീനയെ അജ്ഞാതനായിട്ട് ഒരാൾ വന്ന് ആക്രമിച്ചു എന്നാണ് അലീന അവിടെ ഈ പോലീസുകാരോട് പറഞ്ഞത്. വന്നത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല എന്ന് അലീന പറഞ്ഞത്. അലീന അത് പറയുമ്പോൾ ഇവർ ഓരോ ചോദ്യങ്ങളിങ്ങനെ തലകീഴായി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം അലീന തനിക്ക് അറിയില്ല, വന്നവർ ആരാണെന്ന് അറിയില്ല, ഒരാൾ വന്ന് ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പോലീസുകാർ എല്ലാം മൊഴിയൊക്കെ എടുത്തങ്ങ് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞിട്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു പോലീസുകാർ. അങ്ങനെ ചെന്നിട്ട് ബാലചന്ദ്രനോട് ആ കുട്ടി ഇന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇതെന്തായാലും ഇത് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഇത് വിളിച്ച് ഈ വൈജയന്തിയോട് പറയാം. അപ്പോൾ വൈജയന്തിയോട് പറയുമ്പോൾ വൈജയന്തി അങ്ങനെ ഇപ്പോൾ ആരാ വന്ന് കയറി ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. വൈജയന്തിക്ക് അവിടെയും ഒരു പുച്ഛവും പരിഹാസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൈജയന്തി നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ വൈജയന്തിനെ പിന്നെയും മകൻ വിളിച്ചിട്ട് മകൻ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബോധം തെളിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതിനുശേഷം വന്ന് ഉപദ്രവിച്ചത് ആരാണെന്ന് അവൾക്ക് അറിയില്ല, ഇത് അജ്ഞാതനാണെന്നാണ് അവൾ പറഞ്ഞത് എന്ന് കേട്ടപ്പോഴാണ് ഇവന്മാർക്ക് ശ്വാസം നേരെ വീണത്. അപ്പോൾ പോലീസിന് അലീന കൊടുത്ത മൊഴി കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഈ രോഹിത്തും അതുപോലെ ഹരിയും എല്ലാവരും ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അതും അലീന ഇവന്മാർക്ക് ഇതായിട്ടൊരു മറുപടി അല്ലെങ്കിൽ ഒരു മൊഴി കൊടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എന്തായാലും ഇതിൽ എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഇങ്ങനെ പറയാം. അപ്പോൾ ശരിയമ്മ ഞാൻ എത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഫോണും അങ്ങ് കട്ട് ചെയ്തു. ഇവൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണെന്നുണ്ടെങ്കിലോ നമ്മുടെ
വൈജയന്തി ഇരുന്ന ആലോചനയും തുടങ്ങി. അന്നേരമാണ് അവന്മാർക്ക് എന്തായാലും അവൾ ചതിച്ചില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നാലും അവൾ എന്തായിരിക്കും അങ്ങനെ മൊഴി പറയാൻ കാരണം? ഇനിയിപ്പം നമ്മൾ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാലേ വേറെ പ്രശ്നമായാലോ നമുക്ക് പേടിയുണ്ടായി കാണും, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഹരി രോഹിത്തിനോട് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വീടുകളിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് യുവമാർ രണ്ടുപേരും ഇപ്പോൾ തലയെടുപ്പോട് കൂടി നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ രോഹിത്തിന് എവിടെയൊക്കെയോ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു വിഷമത്തിൽ നമ്മുടെ രോഹിത്തിന് നിൽക്കുക. ഹരിക്ക് ഇതൊക്കെ പോട്ടെ പുല്ല് എന്നുള്ള രീതിയാണ് ഹരി. അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ മനുവിനാണെങ്കിൽ അലീനെ കാണാനൊരു ഇത്. അപ്പോൾ അലീനെ ഞാനൊന്ന് പോയി കണ്ടോട്ടെ അങ്കിളേന്ന് ചോദിച്ചു. നീ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ അലീന കിടക്കുന്ന റൂമിലേക്ക് നമ്മുടെ മനു ചെല്ലുക. അവിടെ ചെന്ന് മനു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അലീനയുടെ അടുത്ത് ചെന്നിരുന്നു. അലീനയാണെങ്കിൽ പതിയെ മയക്കത്തിലായിരുന്നു. അങ്ങനെ ഇദ്ദേഹം കയറി ചെന്നപ്പോഴത്തേക്കും അലീന പതുക്കെ കണ്ണ് തുറന്നു. മനുവേട്ടനെ കണ്ടപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ ഇങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനയുടെ അരികിൽ ചെന്ന് നമ്മുടെ മനു ഇരിക്കുന്നു. അതിനുശേഷം അലീനയും മനുവും കൂടി നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുക. അപ്പോൾ അലീന ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ നമ്മുടെ ഹരിക്ക് മനുവിന് സഹിച്ചില്ല. മനു ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് അലീനയുടെ അരികിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞപ്പോൾ അലീന പതുക്കെ നമ്മുടെ മനുവിൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. അതിനുശേഷം മനുവും അതുപോലെ അലീനയും കൂടെ സംസാരിക്കുന്നു. അങ്ങനെ എന്താ പറയുക, പറഞ്ഞാൽ തീരാത്ത നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് മനുവിൻ്റെയും അലീനയുടെയും ജീവിതത്തിലേക്ക് പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായി വരിക. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വൈജയന്തി ഇനി തല പൊക്കില്ല, തല അടിച്ച് പരത്തി താഴെ ഇടും നമ്മുടെ ബാലൻ. കാരണം വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ളൊരു സത്യം നമ്മുടെ ബാലൻ അധികം താമസിക്കാതെ അറിയാൻ പോവുക. അതൊരു പക്ഷേ അലീനയുടെ നാവിൽ നിന്ന് തന്നെയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അലീന അത് മനുവിനോട് പറയുന്നത് കേൾക്കുന്നതാവാം. അതും അല്ലെന്നുണ്ടെങ്കിൽ ഈ മെഡിക്കൽ ആ ഒരു ഇതിൽ നിന്നും അറിയുന്നതും ആകാം. എന്തായാലും കാര്യം നമ്മുടെ ബാലചന്ദ്രൻ അറിയാൻ പോവുക. വൈജയന്തിക്ക് ഇനി ഒരു രക്ഷയുണ്ടാവില്ല. വൈജയന്തി ഇനി ബാലൻ്റെ മുന്നിൽ നിന്ന് കുറയ്ക്കാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഇതിലപ്പുറം ഒരുപാട് മുഹൂർത്തങ്ങളും കഥകളും ഒക്കെ ആയിട്ട് നമ്മുടെ എപ്പിസോഡുകൾ എത്തുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ കഥയും ഇതൊക്കെ തന്നെയാണ്. പിന്നെ സിറ്റുവേഷനിലും ഒക്കെ ഡയലോഗുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാലും ടോട്ടലി നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരു നല്ല ശനിയാഴ്ച ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.